ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7 ഇൻഡിജേഴ്സ് എന്ന ചാപ്റ്ററിലെ 4th എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സൊല്യൂഷൻ വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യം തന്നെ ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം. അതിനുശേഷം മാത്രമേ ഇത് കാണാവൂ. എന്നാൽ മാത്രമേ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവൂ. എന്നാൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഇവിടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, എ മുതൽ ഐ വരെ. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഇവാലുവേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. -30 ഡിവൈഡഡ് ബൈ 10 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. ഇതിന് നമുക്ക് -30 ബൈ 10 എന്ന് എഴുതാലോ. എന്നിട്ട് 2 സീറോസും കട്ട് ചെയ്യാം. -3/1 എന്ന് കിട്ടും അല്ലേ. -3/1 -3 കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. നമുക്ക് 50 ഡിവൈഡഡ് ബൈ -5 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി 5 ആയിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. 5 1 ടൈം 0 കൊടുത്തു. -5 1 ടൈം. അപ്പോൾ നമുക്ക് 10/-1 എന്ന് കിട്ടി. അത് -10 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -36 ഡിവൈഡഡ് ബൈ -9 -36 ബൈ -9 എന്ന് എഴുതാം. മൈനസും ക്യാൻസൽ ചെയ്യാം. ഇത് നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം. 1 6ൽ 3 2 ടൈംസ്, 9ൽ 3 ടൈംസ്. ഇനിയും കട്ട് ചെയ്യാലോ 3 ആയിട്ട് തന്നെ. 12ൽ 3 4 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ നമുക്ക് 4/1 എന്ന് കിട്ടി. ഇതിന് നമുക്ക് 4 എന്ന് ആൻസർ എഴുതാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -49 ഡിവൈഡഡ് ബൈ 49 -49 ബൈ 49. 49ഉം 49ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ -1 എന്ന് ആൻസർ കിട്ടും. അടുത്തത് 13 ഡിവൈഡഡ് ബൈ -2 + 1. ആദ്യം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനകത്ത് എന്താണ് സോൾവ് ചെയ്യാനുള്ളത്? -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അത് എഴുതി. ഇപ്പോൾ നമുക്കുള്ളത് 13 ഡിവൈഡഡ് ബൈ -1. ഇതിന് നമുക്ക് 13/-1 എന്ന് എഴുതാം. ആൻസർ -13 എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കാം. 0 ഡിവൈഡഡ് ബൈ -12. 0/-12 എന്ന് എഴുതാം. 0/-12 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഇതിന് വേറെ ആൻസർ ഒന്നുമില്ല. 0 ഏത് നമ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ 0 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് -31 ഡിവൈഡഡ് ബൈ -30 പ്ലസ് -1 ഉണ്ട്. ഈ -31 അങ്ങനെ തന്നെ എഴുതി. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ നമുക്ക് ഡിവൈഡഡ് ബൈ -30 പ്ലസ് -1 എന്ന് പറയുമ്പോൾ -31 തന്നെ അല്ലേ. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? -31/-31. രണ്ടും മൈനസ് ക്യാൻസലായി. 31 ക്യാൻസലായി. നമ്മുടെ ആൻസർ 1 എന്നാണ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ -36 ഡിവൈഡഡ് ബൈ 12 ബ്രാക്കറ്റിനകത്തുണ്ട്. അതിന് പുറത്ത് ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. -36/12 അല്ലേ. എന്നിട്ട് നമുക്ക് അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. -36/12 ഇതിനെ നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്താലോ. 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈംസ്, 12ൽ 3 4 ടൈംസ്. ഇനി നമുക്കിതിനെ 4 ആയിട്ട് കട്ട് ചെയ്യാലോ. 12ൽ 4 3 ടൈംസ്, 4ൽ 4 1 ടൈം. ഇപ്പോൾ നമുക്കിത് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 തന്നെ അല്ലേ. അപ്പോൾ ആ ആൻസറും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -6 + 5 ഡിവൈഡഡ് ബൈ -2 + 1. ഇത് നമുക്ക് ഓരോ ബ്രാക്കറ്റായിട്ട് റിമൂവ് ചെയ്യാം. -6 + 5 എന്ന് പറയുമ്പോൾ -1 ആണ്. ഡിവൈഡഡ് ബൈ -2 + 1ഉം -1 തന്നെ. അപ്പോൾ -1/-1 എന്ന് പറയുമ്പോൾ മൈനസും ക്യാൻസലായി. നമ്മുടെ ആൻസർ 1 എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വെരിഫൈ ദാറ്റ് a ഡിവൈഡഡ് ബൈ b + c ഈസ് നോട്ട് ഈക്വൽസ് ടു a ഡിവൈഡഡ് ബൈ b + a ഡിവൈഡഡ് ബൈ c ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ഓഫ് a, b and c എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്ക് 12 എന്നും ബിക്ക് -4 എന്നും സിക്ക് 2 എന്നും വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഈക്വൽ അല്ല LHSഉം RHSഉം എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LHS മാത്രം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് a ഡിവൈഡഡ് ബൈ b + c. അപ്പോൾ ഇവിടെ എയുടെ പൊസിഷനിൽ ഞാൻ 12 കൊടുത്തു. ഡിവൈഡഡ് ബൈ ബി -4 ആണ്.
സി 2 ആണ്. ഇത് എഴുതി കൊടുത്തു. 12 ഡിവൈഡഡ് ബൈ -4 + 2 എന്ന് കിട്ടി. 12 ഡിവൈഡഡ് ബൈ -4 + 2 എന്ന് പറയുമ്പോൾ -2 ആണ്. ഇതിന് നമുക്ക് 12/-2 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാം. 12ൽ 2 6 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമ്മുടെ കയ്യിൽ 6/-1 എന്നുണ്ട്. അതിനെ നമുക്ക് -6 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ LHS സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് -6 ആണ്. RHS ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. A ഡിവൈഡഡ് ബൈ B പ്ലസ് A ഡിവൈഡഡ് ബൈ C. അപ്പോൾ നമുക്ക് ഈ എയും ബിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടുത്തെ വാല്യൂസ് കൊടുക്കാം. 12 ഡിവൈഡഡ് ബൈ -4 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് 12/-4 പ്ലസ് 12/2 എന്ന് എഴുതാം അല്ലേ. ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് 12നെ 4നും കൂടി കട്ട് ചെയ്യാം. 12ൽ 4 3 ടൈംസ്, 4 ഇവിടെ കട്ടായി. 12ൽ 2 6 ടൈംസ്, 2 ഇവിടെ കട്ടായി. അപ്പോൾ നമുക്ക് ഇതിനെ 3/-1 പ്ലസ് 6/1 എന്നാണ് കിട്ടിയത്. അപ്പോൾ -3 + 6 എന്ന് എഴുതാം. -3 + 6 എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് LHS കിട്ടിയത് -6 ആയിരുന്നു. RHS കിട്ടിയത് 3 ആണ്. അപ്പോൾ -6 ഈസ് നോട്ട് ഈക്വൽസ് ടു 3. ദാറ്റ് ഈസ് LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS. ഹെൻസ് വെരിഫൈഡ് എന്നൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലും ഇതുപോലെ കുറച്ച് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാതും നമ്മുടെ ഈ ഫോമിലോട്ട് എഴുതി LHSഉം RHSഉം കറക്റ്റ് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ LHS തന്നെ നോക്കാം. A ഡിവൈഡഡ് ബൈ B പ്ലസ് C. LHSൽ എക്ക് പകരം -10 കൊടുക്കാം. പിന്നെ ഡിവൈഡഡ് ബൈ B പ്ലസ് C 1 + 1. 1 + 1 കൊടുത്തു. -10 is divided by 2. That's equals to -10/2. That is -5. ഇതാണ് നമ്മുടെ LHS. LHS equals to -5. ഇനി നമുക്ക് RHS നോക്കാം. RHSൽ A ഡിവൈഡഡ് ബൈ B പ്ലസ് A ഡിവൈഡഡ് ബൈ C ആണ് നോക്കാനുള്ളത്. A ഡിവൈഡഡ് ബൈ B എന്ന് പറയുമ്പോൾ -10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് -10 ഡിവൈഡഡ് ബൈ സിയും 1 തന്നെയാണ് അല്ലേ. അപ്പോൾ അത് എഴുതി കൊടുത്തു. ദാറ്റ്സ് ഈക്വൽസ് ടു -10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ -10 തന്നെയാണല്ലോ. പ്ലസ് -10 ഡിവൈഡഡ് ബൈ 1 -10 ആണ്. അപ്പോൾ നമുക്ക് -20 എന്ന ആൻസർ കിട്ടി. നമ്മുടെ RHS -20 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS അല്ലേ. -5 ഈസ് നോട്ട് ഈക്വൽസ് ടു -20. സോ LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS. ഹെൻസ് വെരിഫൈഡ്. അങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തന്നിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. 369 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു 369. മെൻ്റൽ മാത്സ് ആണ് അല്ലേ. നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല ഇവിടെ. 369 എന്തായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടുക? 1 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ. നമുക്ക് -75 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -1. അപ്പോൾ -75നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -1 കിട്ടുന്നത് എന്ന് നോക്കാം. 75നെ 75 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് തന്നെയല്ലേ വരിക. അപ്പോൾ നമുക്ക് 75 എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്തത് -206 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു 1. -206നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് +1 കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് -206 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴല്ലേ ഒരു നമ്പറിനെ അതേ നമ്പറുമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് 1 എന്ന ആൻസർ കിട്ടുന്നത്. മൈനസും ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ പോസിറ്റീവ് ആവും അല്ലേ. അടുത്തത് -87 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -87. ജസ്റ്റ് -87നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ, സെയിം നമ്പർ കിട്ടാനായിട്ട്. ഡാഷ് ഡിവൈഡഡ് ബൈ 1 ഈക്വൽസ് ടു -87. നമുക്ക് ഇവിടെ -87 എന്ന് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയ കൂട്ടുകാരെ. 20 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -2.
ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷനും തോന്നുന്നുണ്ടോ? ഒരു കൺഫ്യൂഷനും വേണ്ട. 20നെ നമുക്ക് 2 ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 20നെ നമുക്ക് -2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വേണ്ട ആൻസർ കിട്ടും. ആൻസർ കിട്ടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. മെൻ്റൽ മാത്സേ വേണ്ടൂ. എന്നാലും ഇനി കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് 20/-2 എന്ന് എഴുതാം. 2ൽ 2 1 ടൈം, 0 കൊടുക്കാം. 2ൽ 2 1 ടൈം. അപ്പം നമുക്ക് എന്ത് കിട്ടി? -10 എന്ന് കിട്ടി അല്ലേ? ആ -10 എന്ന ആൻസറാണ് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ -10 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് 5 pairs of integers a b such that a divided by b equals to -3. One such pair is 6 - 2 because 6 divided by -2 equals to -3. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് a ഡിവൈഡഡ് ബൈ -3 എന്ന് വരുന്ന പോലെ എക്കും ബിക്കും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ട് ആൻസർ -3 എന്ന് കിട്ടുന്ന പോലെയുള്ള ഒരു 5 പെയേഴ്സ് എഴുതി കൊടുക്കാനാണ്. ഏതെങ്കിലും 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 എന്ന ആൻസർ കിട്ടണം. അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പെയർ നമ്മൾ എഴുതാൻ പാടില്ല. വേറെ 5 പെയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 18 ഡിവൈഡഡ് ബൈ -6 എത്രയായിരിക്കും? 18/-6 എന്ന് പറയുമ്പോൾ 18ൽ 6 3 ടൈംസ്, 6ൽ 6 1 ടൈം. അപ്പോൾ നമുക്ക് 3/-1 ദാറ്റ് ഈസ് -3. അപ്പോൾ നമ്മുടെ റിക്വേർഡ് പെയർ എയും ബിയും ആണല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പെയർ 18ഉം -6ഉം ആണ്. ഇനി അടുത്തൊരു പെയർ നോക്കാം നമുക്ക്. 21 ഡിവൈഡഡ് ബൈ -7. 21/-7 നമുക്ക് ചെയ്യാം. 21ൽ 7 3 ടൈംസ്, 7ൽ 7 1 ടൈം, 3/-1 ദാറ്റ് വിൽ ബി -3. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെയർ കിട്ടിയത് 21 ആൻഡ് -7 ആണ്. ഇനി അടുത്ത പെയർ നോക്കാം നമുക്ക്. -9 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ -9/3 എഴുതാം. 9ൽ 3 ടൈംസ്, 3 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് -3 എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ പെയർ -9ഉം 3യുമാണ്. ഇനി അടുത്ത പെയറായിട്ട് നമുക്ക് -24 എഴുതാം. ഡിവൈഡഡ് ബൈ 8 ആണ്. -24/8 കൊടുക്കാം. 24ൽ 8 3 ടൈംസ്, 8ൽ 8 1 ടൈം. ആൻസർ ഈസ് -3. നമ്മുടെ പെയർ -24ഉം 8ഉം. അടുത്തതായിട്ട് നമുക്ക് 12 ഡിവൈഡഡ് ബൈ -4 കൊടുക്കാം. 12/-4, 4ആയിട്ട് 12നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടുന്നു. 4 ഇവിടെ കട്ടാവും. -3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫിഫ്ത്ത് പെയർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 12ഉം -4 ആണ്. അപ്പോൾ നമുക്ക് 5 പെയേഴ്സ് കിട്ടിയാലോ. 18 ആൻഡ് -6, 21 ആൻഡ് -7, -9 and 3, -24 and 8, 12 and -4. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ കൂട്ടുകാരെ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ടെമ്പറേച്ചർ അറ്റ് 12 noon was 10 degrees Celsius above zero. If it decreases at the rate of 2 degrees Celsius per hour until midnight, at what time would the temperature be 8 degrees Celsius below zero? വാട്ട് വുഡ് ബി ദ ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായോ? 12 noon ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതായത് 10 ഡിഗ്രി സെൽഷ്യസ് എബവ് 0 എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എബവ് 0 എന്ന് പറഞ്ഞാൽ +10 അത്രയേ ഉള്ളൂ. +10 ആയിരുന്നു. ഇഫ് ഇറ്റ് ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 2 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ അൺടിൽ മിഡ് നൈറ്റ്. മിഡ് നൈറ്റ് വരെ ഓരോ അവറിലും 2 ഡിഗ്രി സെൽഷ്യസ് വീതം ഡിക്രീസ് ആയിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതായത് +10 അല്ലേ? ഇവിടെ +10 ആയിരുന്നു. അതിൽ നിന്ന് അടുത്ത 1 hour ആകുമ്പോൾ 10 - 2 ആയി. പിന്നെ അടുത്ത 1 hour ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വീണ്ടും 2 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു വന്നു. അപ്പോൾ മിഡ് നൈറ്റ് ആകുമ്പോഴത്തേക്കും എത്രയായിരിക്കും ടെമ്പറേച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്.
പിന്നെ അറ്റ് വാട്ട് ടൈം വുഡ് ദ ടെമ്പറേച്ചർ ബി 8°C ബിലോ സീറോ. ബിലോ സീറോ എന്ന് പറയുമ്പോൾ മൈനസ് ആണ് കേട്ടോ. ഇവിടെ എബവ് സീറോ എന്ന് പറഞ്ഞപ്പോൾ +10 എന്ന് പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ ബി 8°C ബിലോ സീറോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ -8°C ആകണം. അത് എപ്പോഴാണ്? അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മിഡ് നൈറ്റ് വരെ ടെമ്പറേച്ചർ 2°C വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മിഡ് നൈറ്റിൽ എത്രയാണ് ടെമ്പറേച്ചർ എന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് ടെമ്പറേച്ചർ ബിലോ സീറോ 8°C ആകുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 2 കാര്യങ്ങളും സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ടെമ്പറേച്ചർ അറ്റ് 12 noon. 12 noonൽ എത്രയാണ് ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത്? നോക്കൂ, 10°C അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ടെമ്പറേച്ചർ അറ്റ് 12 noon ഈസ് 10°C. എബവ് സീറോ ആണ്, അതുകൊണ്ട് പോസിറ്റീവ് തന്നെയാണ്. റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ പെർ അവർ. ഓരോ അവറിലും എത്ര ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നുണ്ടെന്നാണ് പറഞ്ഞത്? 2°C. ഡിക്രീസ് ആവുന്നത് കൊണ്ട് നമുക്ക് -2° എന്ന് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് എപ്പോഴാണ് ടെമ്പറേച്ചർ -8°C ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓരോ അവറിലും ടെമ്പറേച്ചർ -2°. എത്രയായിരിക്കും? 10°C -2°C. അതായത് 10°C നിന്നും 2°C കുറഞ്ഞു പോയി അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 8°C. ഇനി നമുക്ക് ടെമ്പറേച്ചർ അറ്റ് 2 PM നോക്കാം. അപ്പം എന്താണ്ടായത്? 8°C നിന്നും 2°C കുറഞ്ഞു പോയി. അപ്പോൾ നമുക്ക് 6°C എന്ന് കിട്ടുന്നു. അടുത്തത് ടെമ്പറേച്ചർ അറ്റ് 3 PM നോക്കാം. നമുക്ക് 3 PM എന്താ സംഭവിച്ചത്? 6°C നിന്നും 2°C കുറഞ്ഞപ്പോൾ അത് 4°C ആയി മാറി. ടെമ്പറേച്ചർ അറ്റ് 4 PM എന്തായിരിക്കും? 4°C നിന്നും 2°C കുറഞ്ഞു, അപ്പോൾ 2°C ആയി മാറി. ഇനി ടെമ്പറേച്ചർ അറ്റ് 5 PM 2°C നിന്നും 2°C കുറഞ്ഞു, 0°C ആയി മാറി. 0°C എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. 0°C പറഞ്ഞാൽ നല്ല തണുപ്പാണ്, നമുക്കൊക്കെ സർവൈവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് 0°C. പിന്നെ സീറോയുടെ വാല്യൂനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സീറോനെ അങ്ങനെ തള്ളിക്കളയണ്ട കേട്ടോ. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. വാല്യൂ ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ടെമ്പറേച്ചർ അറ്റ് 6 PM. അപ്പോൾ 0°C നിന്നും 2°C സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2°C കിട്ടി. നല്ല തണുപ്പാണ് ആ സമയത്തൊക്കെ. ഇനി നമുക്ക് 7 PM എത്രയാണ് ടെമ്പറേച്ചർ നോക്കാം. -2°യിൽ നിന്നും 2° സബ്ട്രാക്ട് ചെയ്യാം. -2 എന്ന് പറയുമ്പോൾ -4°C ആയി കേട്ടോ. ഇനി അടുത്തത് 8 PM. 8 PM എത്രയായിരിക്കും ടെമ്പറേച്ചർ? -4°യിൽ നിന്നും നമുക്ക് 2° സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -6° എന്ന് കിട്ടി. ഇനി അടുത്തത് ടെമ്പറേച്ചർ അറ്റ് 9 PM. 9 PM -6°C നിന്നും 2° സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -8°C കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ബിലോ സീറോ, അതായത് -8°C ഏത് ടൈമിനാണ് ആകുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടുപിടിച്ചത്. -8° ആകുന്നത് 9 PM. അപ്പോൾ നമുക്ക് അത് എഴുതി കൊടുക്കാം. സോ ദ ടെമ്പറേച്ചർ വാസ് 8°C ബിലോ സീറോ അറ്റ് 9. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ? മിഡ് നൈറ്റിൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നാണ്. 9 o'clock -8°C ആയിരുന്നു. അപ്പോൾ 10 o'clock എത്രയായിരിക്കും? -8°C -2°C ഈക്വൽസ് ടു മൈനസ് ആകുമ്പോൾ ഈ നമ്പർ 2 കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. -10°C എന്ന ആൻസർ കിട്ടി നമുക്ക്. ടെമ്പറേച്ചർ അറ്റ് 11 PM നോക്കാം. നമുക്ക് 10 PM ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ -10°C ആയിരുന്നു. അതിൽ നിന്നും 2°C ഡിക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് -12°C എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് ടെമ്പറേച്ചർ അറ്റ് 12 AM നോക്കാം.
എന്താ എ എം എന്ന് പറഞ്ഞത്? ഞാൻ ഇതുവരെ പി എം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ എ എം ആയത്? മിഡ് നൈറ്റ് ആണ്, 12 o'clock അല്ലേ? ഇവിടെ നമ്മൾ നൂണാണ് തുടങ്ങിയത്, 12 noon തുടങ്ങിയത്. അപ്പോൾ മുതൽ നമ്മൾ പി എം അങ്ങനെ പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്തി നമ്മൾ 12 AM ആയി കേട്ടോ. മിഡ് നൈറ്റിൽ 12 മുതൽ AM തുടങ്ങുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം നമുക്ക്. -12°C നിന്നും 2°C സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -14°C എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ -14° എന്നാണ്. ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ് 12 AM മിഡ് നൈറ്റ് ആണല്ലോ. മിഡ് നൈറ്റിൽ നമുക്ക് കിട്ടിയ ടെമ്പറേച്ചർ -14°C ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് ചെയ്യാൻ വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി ക്ലാസ് ടെസ്റ്റ് 3 marks are given for every correct answer and -2 marks are given for every incorrect answer and no marks for not attempting any question. കഴിഞ്ഞ ഒരു എക്സസൈസിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പോലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പരിചയം തോന്നുന്നുണ്ട് അല്ലേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ? രാധിക സ്കോർഡ് 20 marks if she has got 12 correct answers. How many questions has she attempted incorrectly? Mohini scores -5 marks in this test though she has got 7 correct answers. How many questions has she attempted incorrectly? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ടും വേറെ വേറെ സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് രാധിക സ്കോർഡ് 20 marks. If she has got 12 correct answers, how many questions has she attempted incorrectly? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാർക്സ് ഗിവൺ ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ. എത്ര മാർക്കാ ഒരു ആൻസർ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്? 3 marks അല്ലേ? മാർക്സ് ഗിവൺ ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ എത്രയാണ്? -2 mark. മാർക്സ് ഫോർ നോട്ട് അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസിന് 0 mark. മാർക്കൊന്നുമില്ല അല്ലേ? ഇനി നമുക്ക് രാധികയുടെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രാധിക ഫോർ കറക്റ്റ് ആൻസേഴ്സ് എത്രയായിരിക്കും? രാധിക സ്കോർ 20 marks. ടോട്ടൽ മാർക്സ് രാധികയ്ക്ക് 20 ആണ് കിട്ടിയിട്ടുള്ളത്. ഇഫ് ഷീ ഹാസ് ഗോട്ട് 12 കറക്റ്റ് ആൻസേഴ്സ്, അപ്പോൾ 12 കറക്റ്റ് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് ആൻസറിന് 3 marks കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് 12 × 3 ചെയ്ത് നോക്കാം. 12 × 3 എത്രയാണ്? 12 × 3 is 36. കറക്റ്റ് ആൻസേഴ്സിന് രാധികയ്ക്ക് 36 marks കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രാധിക അത് 20 ആണ് അല്ലേ? ദെർഫോർ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രാധിക ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ്. രാധികയ്ക്ക് ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്ക് നമുക്കറിയില്ല അല്ലേ? പക്ഷെ ഒരു കാര്യം ചെയ്യാം, ടോട്ടൽ മാർക്കിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്കാണ് രാധികയ്ക്ക് ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയതെന്ന് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് മൈനസ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ കറക്റ്റ് ആൻസേഴ്സ് കൊടുക്കാം. 20 - 36. അപ്പോൾ എത്ര കിട്ടുന്നത് നമുക്ക്? 36ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. വലിയ നമ്പറിൻ്റെ കൂടെയുള്ള സൈന് മൈനസ് ആയതുകൊണ്ട് -16 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്കാണ് -16. അപ്പോൾ എത്ര ഇൻകറക്റ്റ് ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻകറക്റ്റ് ആൻസറിൻ്റെ മാർക്ക് -2 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ -16 മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇൻകറക്റ്റ് ആൻസേഴ്സിന്. അതിന് നമുക്ക് ഡിവൈഡഡ് ബൈ -2 ചെയ്ത് കൊടുക്കാം. -16 ബൈ -2 എന്ന് കൊടുക്കുമ്പോൾ മൈനസും മൈനസും ക്യാൻസലായി. 16ൽ 2 8 times 2 കട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് 8 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഹെൻസ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇസ് 8 എന്ന് എഴുതി കൊടുക്കാം. ആദ്യം നമ്മൾ കറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്ക് എഴുതി, ഇൻകറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്ക് എഴുതി, നോട്ട് അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് എഴുതി. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആൻസേഴ്സിന് ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കി. എത്രയാണ് രാധികയ്ക്ക് ടെസ്റ്റിൽ കിട്ടിയ ടോട്ടൽ മാർക്ക് എന്ന് നോക്കി. ടോട്ടൽ മാർക്കിൽ നിന്ന് കറക്റ്റ് ആൻസറിന് കിട്ടിയ മാർക്ക് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് -16 എന്ന് കിട്ടി. ആ -16നെ നമ്മൾ -2 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. അതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. പിന്നെ ഇതിൻ്റെ വേറൊരു പാർട്ട് കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മോഹിനി സ്കോർസ് -5 marks in this test
Though she has got 7 correct answers, how many questions has she attempted incorrectly? അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് സോൾവ് ചെയ്യാം. മാർക്സ് സ്കോർഡ് ബൈ മോഹിനി. മോഹിനിക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? -5 അല്ലേ? -5 ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സാം എഴുതാതിരിക്കായിരുന്നു അല്ലേ? അപ്പോൾ 0 മാർക്കല്ലേ കിട്ടൂ? മൈനസ് മാർക്ക് കിട്ടുമോ? നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് നോക്കാം. ഷീ ഗോട്ട് 7 കറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ അത് എഴുതി കൊടുക്കാം. ഇനി therefore marks obtained by മോഹിനി for 7 correct answers. 7 correct answersന് എത്ര മാർക്കായിരിക്കും മോഹിനിക്ക് കിട്ടിയിട്ടുണ്ടാവുക? ഈച്ച് കറക്റ്റ് ആൻസറിന് 3 മാർക്സ് അല്ലേ കിട്ടുന്നത്? അപ്പോൾ 3 × 7 ചെയ്യാം നമുക്ക്. അത് 21 എന്ന് കിട്ടും. ഇനി മാർക്സ് ഒബ്റ്റൈൻഡ് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് നോക്കാം. ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്ക് -5 -21 ചെയ്യാം. ടോട്ടൽ മാർക്ക് -5 ആണല്ലോ. കറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്കാണ് 21. ടോട്ടൽ മാർക്കിൽ നിന്നും കറക്റ്റ് ആൻസറിന്റെ മാർക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ മാർക്ക് കിട്ടും. -5 -21 എന്ന് പറയുമ്പോൾ -26 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണ് വേണ്ടത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് -26നെ -2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? -2 അല്ലേ ഓരോ ഇൻകറക്റ്റ് ആൻസറിൻ്റെ മാർക്ക്. അപ്പോൾ അത് എഴുതി കൊടുക്കാം. -26 ഡിവൈഡഡ് ബൈ -2 അങ്ങനെ എഴുതാം നമുക്ക്. എന്നിട്ട് മൈനസും ക്യാൻസലായി. 2ൽ 2 1 ടൈം, 6ൽ 2 3 ടൈംസ്, 2 കട്ടായി. അങ്ങനെ നമുക്ക് ആൻസർ 13 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഹെൻസ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് 13. അപ്പോൾ 7 ആൻസർ കറക്റ്റ് ആക്കി 13 ആൻസർ തെറ്റിച്ചു. കുറച്ചും കൂടെ ഒക്കെ പഠിച്ചിട്ട് പോവായിരുന്നില്ലേ അല്ലേ? ഇത്രയും തെറ്റ് വരുത്തിയിട്ട് മൈനസ് മാർക്കൊക്കെ വാങ്ങിക്കണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. An elevator descends into a 9 shaft at the rate of 6 meters per minute. If the descent starts from 10 meters above the ground level, how long will it take to reach -350 meters? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു എലിവേറ്റർ 6 മീറ്റർ പെർ മിനിറ്റിലാണ് അത് മൂവ് ചെയ്യുന്നത്. 10 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുമ്പോൾ +10 ആണ്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും മേലോട്ട് 10 മീറ്റർ പോയി. അത് കഴിഞ്ഞിട്ട് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് -350 മീറ്റർ എന്ന് വെച്ചാൽ എന്താ? -350 എന്ന് പറയുമ്പോൾ താഴോട്ട്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും -350 താഴോട്ട് വരാനെടുത്ത ടൈം അതാണ് ചോദിക്കുന്നത്. 10 മീറ്റർ എബോവിൽ നിന്ന് താഴോട്ട് -350 മീറ്റർ വരാനെടുത്ത ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇതാണ് ഗ്രൗണ്ട് ലെവല്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 10 മീറ്റർ മേലോട്ട് കയറി എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് 350 ഡിഗ്രി വന്നു. അപ്പോൾ ഇതിനെടുക്കുന്ന ടൈം മേലോട്ട് പോയത് പോസിറ്റീവായിട്ടും താഴോട്ട് വന്നത് നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പോൾ ദ പ്രസൻറ്റ് പൊസിഷൻ ഓഫ് ദ എലിവേറ്റർ അബവ് ദ ഗ്രൗണ്ട് ലെവൽ. ഇപ്പോൾ 10 മീറ്ററിലാണ് എലിവേറ്റർ ഉള്ളത്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എലിവേറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ 350 മീറ്റർ ആണ്. ഇനി ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ എലിവേറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അതായത് 10 മീറ്റർ പ്ലസ് 350 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ എലിവേറ്റർ മൂവ് ചെയ്തിട്ടുണ്ട്. റേറ്റ് ഓഫ് ഡിസെൻഡ് എന്തായിരുന്നു? ടൈം എത്ര ടൈം എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 മീറ്റർ പെർ മിനിറ്റ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ എലിവേറ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം. 10 മീറ്റർ പ്ലസ് 350 മീറ്റർ ഈക്വൽസ് ടു 360 മീറ്റർ ആയിരുന്നു അല്ലേ? എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് 360 മീറ്റർ എന്ന് എഴുതാം. ടൈം എത്രയായിരുന്നു? 6 മീറ്റർ പെർ മിനിറ്റ്. 36ൽ 6 ടൈംസ് ഈ 0 ഇവിടെ ഇട്ട് കൊടുക്കാം. 6 ഇവിടെ കട്ടായി പോയി. മീറ്ററും കട്ടായി. അപ്പോൾ നമുക്ക് 60 മിനിറ്റ്സ് എന്ന് ആൻസർ കിട്ടുന്നു. 60 മിനിറ്റ്സ് മീൻസ് എന്താ? 1 അവർ അല്ലേ? അപ്പോൾ നമുക്ക് ഹെൻസ് ദ റിക്വയർഡ് ടൈം ഈക്വൽസ് ടു 1 അവർ. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ മടിക്കരുത്. കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ എല്ലാറ്റിനും റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ. ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ കൂട്ടുകാരെ. എന്നാൽ ശരി കേട്ടോ. താങ്ക് യു. ബൈ ബൈ.